സത്യവചനത്തിലേക്ക് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലരെയും സ്വാഗതം ചെയ്യുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം രേഖയിരുത്തി സത്യവചനം എന്ന ആലോചനയില്, സത്യവചനം എന്ന ദൂതുകളില് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പറയുകയാണ് ദൈവത്തിന്റെ തിരുവചനം സത്യമാകുന്നു എന്ന്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം അത് വായിക്കുന്നത് ഇപ്രകാരമാണ്: രേഖയും വിരോധ കൽപ്പനയും എഴുതി ഇരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞിട്ട് താൻ പതിവ് ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ താൻ പോയി യെരൂശലേമിനെതിരെ കടന്നുപോയി അനുഗ്രഹത്തിന്റെ കിളിവാതിൽ തുറന്നിരിക്കുന്നത് കാണുകയും ആ തുറന്ന വാതിലിലൂടെ അകത്ത് താൻ പ്രവേശിക്കുകയും ചെയ്തു. ഒരു മനുഷ്യനും അടഞ്ഞിരിക്കുന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. അത് വാതിൽ തുറന്നു കൊടുത്താലേ അകത്ത് പ്രവേശിക്കുവാൻ കഴിയും. അടയപ്പെട്ട വാതിലാണെങ്കിൽ അത് തുറക്കുവാൻ അകത്ത് നിന്ന് പറ്റത്തില്ല. അകത്താളുണ്ടെങ്കിൽ മാത്രമേ താക്കോല് താഴ്ചയിലിട്ട് ആ വാതിൽ തുറക്കുവാനായി കഴിയുകയുള്ളൂ. പുറത്താണ് താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണ് എങ്കിൽ ആ വാതിൽ പൂട്ടിയിരിക്കുകയാണ്, ഒരു വ്യക്തിക്കും ആ വാതിൽ തുറന്നു കിടക്കുന്നു എന്ന് പറയുവാൻ കഴിയുകയില്ല. സത്യവചനത്തിന്റെ ആലോചനയിലേക്ക് നമ്മൾ കടന്ന് അകപ്രവത്തിൽ പ്രവേശിക്കുമ്പോൾ ദാനിയേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നു മാത്രമാണ്: രേഖ, 2 വിരോധം, 3 കൽപ്പന. അപ്പൊ 1 രേഖ, 2 വിരോധമാണ്, 3 കൽപ്പനയാണ്. അപ്പൊ കൽപ്പന ഇടുന്നത് രാജാവാണ്. ദാനിയേൽ രാജാവാണ് കൽപ്പന എഴുതുവാനിടയായത്. വിരോധം അത് പ്രഖ്യാപിക്കപ്പെടുന്ന തന്നോടുകൂടെ ആയിരുന്ന 123 സമൂഹങ്ങളാണ്. ആകെ സമൂഹത്തിനകത്ത് കോർത്തിണക്കിയിരിക്കുന്നത് 124 വ്യക്തികൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അല്ല, രാജാവിന്റെ സന്നിധിയിൽ ആയിരിക്കപ്പെടുമ്പോൾ ദാനിയേൽ എന്ന ദൈവദാസൻ അല്ലെങ്കിൽ ദൈവഭക്തൻ, അവൻ ദൈവത്താൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കപ്പെടുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കപ്പെടുന്ന, ദൈവത്തിൽ അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ ദാസൻ, അവൻ രാവിലെ എഴുന്നേറ്റു ദൈവത്തോട് പ്രാർത്ഥിച്ചു. മധ്യാഹ്നമായി എല്ലാവരും ഉപജീവനത്തിനായി കടന്നുപോയി. രാജകൽപ്പന പ്രകാരമായി രാജാവിന്റെ ഹിന്ദരന്മാരായി വിളിക്കപ്പെടുമ്പോൾ അവൻ ഒരുമിച്ച് പോകുകയാണ്, മടങ്ങി വരികയാണ്. ദാനിയേൽ തുറന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിച്ചു, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. ചിലർ ചെന്ന് രാജാവിനോട് പറയുകയാണ്: രാജാവേ, അങ്ങേക്ക് ഹിതമില്ലാത്തത്, അങ്ങ് കൽപ്പിക്കാത്തത് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പൊ രാജാവ് ചോദിക്കാം, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ദാനിയേലിന്റെ ദൈവത്തോടു കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. അവന്റെ ദൈവത്തോട് അപേക്ഷിക്കുന്നതും യാചിക്കുന്നതും ഞങ്ങൾ കണ്ണാൽ കണ്ടു എന്ന് രാജാവിന്റെ മുമ്പിൽ ബോധിപ്പിക്കുകയാണ്. രാജാവിന് ഇരിക്കുവാൻ നിലയില്ല. രാജാവ് ഉൾക്കൊണ്ട ദാനിയേലിനെ പരിപൂർണമായി വിശ്വസ്തനാകുന്നു എന്ന് രാജാവ് അറിയുകയും രാജാവ് എന്നെ തീരുമാനിക്കുകയും രാജാവ് ദാനിയേലിനെ സ്നേഹിക്കുകയും ചെയ്തു. എന്നാൽ മധ്യാഹ്നം ആയി ഇവൻ കടന്നു വരുമ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥന ഇതാണ്: പ്രഭാതം തുടർന്ന് അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ച് ഞാൻ കടന്നു പോവുകയും അങ്ങയുടെ തൃപ്പാദപീഠത്തിങ്കൽ ഒരു ദോഷവും കൂടാതെ ഈ സമയം വരെയും എന്നെ കാത്ത്, എന്നെ സൂക്ഷിച്ച്, എന്നെ പരിപാലിച്ച പരിശുദ്ധ ദൈവമേ, അങ്ങേക്ക് നന്ദിയോടെ ഞാൻ സ്തോത്രയാഗം കരകയറ്റുന്നു. എന്റെ ജീവനെ സൂക്ഷിച്ച്, എന്റെ ജീവിതത്തെ സൂക്ഷിച്ച്, എന്റെ ആയുസ്സിനെ, ആരോഗ്യത്തെ സൂക്ഷിച്ച് എന്റെ സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രയാഗം സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നദ്ധയിൽ ദാനിയേൽ പ്രാർത്ഥിച്ചു. ആമേൻ. മധ്യാഹ്നം കഴിഞ്ഞു, അവർ ഒരുമിച്ച് സഞ്ചരിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തിപ്പെട്ടു. ദാനിയേൽ ദൈവത്തോടുകൂടെ അനുരൂപപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ച, ഒരു അനുഭവം, ഒരു യാഥാർത്ഥ്യം ഇവിടെ കാണുവാൻ കഴിയും. വൈകുന്നേരമായി എല്ലാവരും ഒരുമിച്ച് വരുന്നു. ദാനിയേൽ കടന്നു പോകുന്നത് തുറന്ന വാതിൽ പിന്നെയും ആരും അടച്ചിട്ടില്ല. അതിനകത്ത് പ്രവേശിച്ചു, മുഴങ്കാൽ മടക്കി സന്ധ്യായാമത്തിലും തിരുനാമം മഹത്വപ്പെടുവാനും ദൈവവചനം നിവൃത്തിയാക്കുവാനും ദൈവവചനം സമർത്ഥിയായി
അനുഗ്രഹിക്കപ്പെടുവാനും വീണ്ടും ദാനിയേൽ പ്രാർത്ഥിച്ചു. ദാനിയേലിന്റെ പ്രാർത്ഥന രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അവന്റെ ദൈവത്തോടുകൂടെ അവയാചന ചെയ്തു പോരുന്നത് തിരുവചനത്തിൽ പരിപൂർണമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് തന്റെ കൂടെ നിന്ന് അവർക്ക് കണ്ട് സഹിപ്പാൻ കഴിയാത്തത് കൊണ്ട് ദാനിയേലിനെ പകച്ചതായി കാണുവാൻ കഴിയും. രാജാവിൽ നിന്നൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ, രാജാവിൽ നിന്ന് ഇവനെ പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണമായി തന്നോടൊപ്പം ഒരുമിച്ച് നിന്ന സഹപാഠികൾ പൂർണ്ണമായി പഹ എന്ന ഒരനുഭവം ദാനിയേലിന്റെ മുമ്പിലിട്ടു. ദാനിയേലിന് അറിയത്തില്ലായിരുന്നു, പക്ഷെ അറിയാമെന്നുള്ളത് ദാനിയേലിന്റെ ദൈവത്തിന് അറിയാം. ദാനിയേൽ ത്യാഗം ചെയ്യുവാൻ സഹിഷ്ണുതയുള്ള എന്റെ ഭക്തനാണ്. താൻ സഹിഷ്ണുതയോടുകൂടെ ത്യാഗവേദ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കപ്പെടുമ്പോൾ ഹിന്നന്മാരുടെ മുമ്പില്, പകയന്മാരുടെ മുമ്പില്, പകവീരന്മാരുടെ മുമ്പില് ദാനിയേലിനെ ദൈവം കോർത്തിണക്കി ദൈവത്തിൽ അനുരൂപപ്പെടുത്തി ദൈവത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന വിവരം മറ്റാർക്കും അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഒന്നാണ്, ദാനിയേലിന് പ്രമോഷൻ ഉണ്ട്. ആ പ്രമോഷനെ തകർത്ത് കളയുവാൻ തക്കവണ്ണമായി തന്റെ കൂട്ടുകാർ, തന്നോടായിരുന്ന സഹപാഠികൾ പകപ്പാനിടയായി. ഇന്ന് ലോകത്തിൽ ആത്മീയ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോഴും സത്യമായ ആലോചനയ്ക്ക് കടന്നു വരപ്പെടുമ്പോഴും ലോകം പകയ്ക്കുന്ന പകയല്ല ദൈവദാസന്മാർക്കുള്ളത്, ദൈവമക്കൾക്കുള്ളത്, ദൈവഭക്തന്മാർക്കുള്ളത്, ദൈവിക വിശ്വാസികൾക്കുള്ളത്. അത് ആർക്കും സഹിപ്പാൻ കഴിയാത്ത അനുഭവങ്ങളിൽ തീ കോരിത്തട്ടുന്ന ഒരു അനുഭവം കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ദാനിയേലിന്റെ പ്രാർത്ഥന പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദാനിയേൽ ജീവിച്ചതുപോലെ ജീവിതം ദൈവത്തിൽ സമർപ്പിക്കുവാൻ കഴിയും എങ്കിൽ വേദപുസ്തകത്തിന്റെ ഓരോ വാക്യങ്ങളും ഇടവിടാതെ നമുക്ക് കോർത്തിണക്കുവാൻ കഴിയും. വചനം ഇങ്ങനെ തന്നെ പറയുന്നു, ഒന്ന് രേഖ, ഒന്ന് തകർത്ത് കളയുന്ന രേഖ, തകർന്നു പോകുന്ന രേഖ, പകയുടെ രേഖ, നിന്നയുടെ രേഖ എല്ലാം എഴുതി അവന് കിട്ടി. തന്റെ കരങ്ങളിൽ ലഭിച്ചു എന്ന് അറിഞ്ഞിട്ടും താൻ ഓടിപ്പോകുന്നത് പ്രാർത്ഥനയെന്ന യാഗപീഠത്തിലാണ്. പ്രാർത്ഥനയെന്ന യാഗപീഠത്തിലേക്ക് പോകുമ്പോൾ ഏകനായി ദാനിയേൽ ഇരിക്കുന്നു എങ്കിലും ദാനിയേലിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ ദൈവം ശക്തനാകുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട്. ആ രേഖയിൽ എഴുതിയിരുന്ന വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, സിംഹങ്ങൾക്ക് 30 ദിവസം ആഹാരം കൊടുക്കുവാൻ പാടില്ല എന്ന് രാജാവ് തീർപ്പ് കൽപ്പിച്ചു. 30 ദിവസമായി ദാനിയേലിനെ സിംഹത്തിന്റെ ഗവിയിലേക്ക് അവൻ വലിച്ചെറിയുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്നും വേണ്ട, ഒരു നായയെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പട്ടിയെ പിടിച്ച് അതിന്റെ വായ്ക്കെട്ട് കെട്ടിയിട്ട് അല്ലെങ്കിൽ കഴിക്കും. അതുകൊണ്ടാണ് അതിന്റെ ഒരു കയ്യില് മറുകയിലും 2 പേർ പിടിക്കുക, 2 കാലിലും 2 പേർ പിടിക്കുക, ഒന്ന് ആട്ടി നോക്കുക. ആട്ടവടത്തിൽ ആടുന്നത് പോലെ ആട്ടി നമ്മുടെ കൈ ഒരുമിച്ച് കൈയും പറഞ്ഞ് അങ്ങ് വലിച്ചെറിഞ്ഞു കൊടുക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കല്ല് കൊണ്ടറിയുന്നത് പോലെ ദൂരത്തേക്ക് ചെന്നു വീഴുവാനിടയാകും. ഇതുപോലെ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ ദാനിയേൽ എറിയുവാൻ ഇടയായി തീർന്നത്. ഇതുപോലെ തന്നെ ദാനിയേലിനെ പകച്ച് ഇവർക്കൊന്നും വിജയിക്കുവാൻ കഴിയത്തില്ല. എത്രത്തോളം പകച്ചിട്ടും ദാനിയേലിനെ പ്രാർത്ഥനയെന്ന് പിന്തിരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ദാനിയേലിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു വരുകയാണ്. ദാനിയേലിൽ ദൈവ സ്നേഹം നിറഞ്ഞു വരുകയാണ്. ദാനിയേൽ ദൈവിക അനുഗ്രഹം പരിപൂർണമായി നിറഞ്ഞിരിക്കുകയാണ്. രാജാവ് പറയുന്നത് ഇതാണ്, ശൃംഗത്തിന് 30 ദിവസം ആഹാരം കൊടുക്കാനുള്ള ശൃംഗം അരിശമുണ്ടാകും. ശൃംഗത്തിന്റെ ഗവിയിലേക്ക് എറിഞ്ഞു കളയാം എന്ന് തീരുമാനിച്ചു. എറിഞ്ഞതിന് ശേഷമായി ദാനിയേലിനെ എന്ത് ചെയ്തു? ശൃംഗം പുറത്തു വരാതിരിക്കുവാൻ തക്കവണ്ണമായി, ദാനിയേൽ പുറത്തു വരാതിരിക്കുവാൻ തക്കവണ്ണമായിട്ട് ഗവിയെ അടച്ചു കളഞ്ഞു. ദാനിയേൽ രാജാവ് രഹസ്യമായി പ്രാർത്ഥിച്ചു. ഇന്നും അനേകർ രഹസ്യമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥനയ്ക്ക് മടിയുണ്ടായിട്ടല്ല, ദൈവിക വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല. ദൈവത്തെ എല്ലാ മനുഷ്യർക്കും വിശ്വാസമുണ്ട്.
ദൈവം ഉണ്ട് എന്ന് തന്നെ എല്ലാവർക്കും അംഗീകരിക്കുവാൻ കഴിയും. ഇന്ന് ദാനിയേൽ രാജാവ് ഇവിടെ വന്നു ദാനിയേലിന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദാനിയേലേ, സിംഹങ്ങൾ നിന്നെ ഒന്നും ചെയ്തില്ലയോ? ദാനിയേലിന്റെ മറുപടി നമ്മുടെ മറുപടിയാണെങ്കിൽ എന്തെങ്കിലും ഏശാവോശിയൊക്കെ പറഞ്ഞ് പരിപൂർണമായി രാജാവിന്റെ മുഖം കർപ്പിക്കുമായിരുന്നു. ഇവിടെ പ്രമോഷനോടുകൂടെ സിംഹത്തിന്റെ ഗവിയിൽ ഒരുവൻ കിടക്കുകയാണ്. പ്രമോഷനോടുകൂടെ പുറത്തു വരുവാൻ തക്കവണ്ണമായി ദൈവിക അനുഭവത്തോടുകൂടെ ദാനിയേൽ സിംഹത്തിന്റെ മുകളിൽ കിടക്കുകയാണ്. അപ്പോഴാണ് രാജാവ് ചോദിക്കുന്ന ചോദ്യം, ദാനിയേലേ, സിംഹങ്ങളും നിന്നെ ഒന്നും ചെയ്തില്ലയോ? പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനകൾ അനുഭവിച്ചിരിക്കുന്ന ദൈവഭക്തന്മാരുണ്ട്, ദൈവദാസന്മാരുണ്ട്. ദാനിയേലിന്റെ മറുപടി ഇതാണ്, രാജാവേ, അങ്ങ് ദീർഘായുസ്സായിരുന്നാലും. അവർ ഗവിയിൽ കിടന്നപ്പോഴും രാജാവിന് വേണ്ടി പ്രാർത്ഥിച്ച് രാജാവിന്റെ ദീർഘായുസ്സിനൊരു ദോഷവുമില്ലാതെ രേഖ എഴുതിക്കൊടുത്ത, വിരോധ കൽപ്പന പാസാക്കി കൊടുത്ത ഈ രാജാവിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ദൈവവചനമുണ്ട് എന്നും ഒരു ദൈവഭക്തനുണ്ട് എന്നും വളരെ ശക്തമായി രേഖപ്പെടുത്തുകയാണ്. ആ രേഖ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമോ? നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമോ? സ്തോത്രം പറഞ്ഞാട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുമല്ലോ, നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുമല്ലോ, നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമല്ലോ. ഈ സത്യവചനത്തിൽ രാജാവ് ദാനിയേലിനെ കണ്ട് സന്തോഷിക്കുകയാണ്. രാജാവേ, ദീർഘായുസ്സായിരുന്നാലും, രാജാവ് ദീർഘായുസ്സോടെ ഇരുന്നാൽ പരിപൂർണമായി അധികാരത്തിന്റെ കസേരകൾ തെറിപ്പിച്ച് കളയുവാൻ അനേകർ ശ്രമിച്ചിട്ട് ആ കസേരയിലേക്ക് ഒന്ന് കയറ്റം കയറിയിരുന്ന് ഞാൻ നല്ലവനാണെന്ന് പറയുവാൻ, ഞാൻ അനുഗ്രഹമുള്ളവരെന്നാണ് പറയുവാൻ, എന്നെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുവാൻ, എന്നെ ദൈവം ഇതാ ഉയർത്തി വച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വ്യർത്ഥമായ കാര്യമാണ്. കാരണം ഒരുവനെ വലിച്ചിട്ടിട്ട് മറ്റൊരുത്തന് കയറുകയാണ്. ഇന്ന് ഭരണകൂടത്തിൽ നോക്കിയാലും ആത്മീക കൂടത്തിൽ നോക്കിയാലും ഇത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ രാജാവിനോട് പറയുന്നത്, ദീർഘായുസ്സായിരുന്നാലും. ആരെവിടെ എന്ന് ചോദിച്ചു. അടിയൻ എവിടെ എന്ന് പറഞ്ഞു. പകയ്ക്കപ്പെട്ട സകലരെയും കൊണ്ടുവന്ന് സിംഹത്തിന്റെ ഗവിയിലേക്ക് എറിഞ്ഞുകൊടുത്ത ഒരനുഭവമായ സത്യവചനമാണ് വേദപുസ്തക രേഖയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അങ്ങനെയാകുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം വായിച്ചു കേട്ടാൽ പോരാ, ദാനിയേലിനെ വേദപുസ്തക അനുഭവങ്ങളില്, രാജ്യ അനുഭവങ്ങളില്, ശ്രേഷ്ഠനായ ദൈവത്തിന്റെ തിരുസാന്നിധ്യത്തിൽ മങ്കാരമിട്ട് മൂടിക്കളയുവാൻ ജനം ആഗ്രഹിച്ചപ്പോൾ, കൂട്ടുകാർ ആഗ്രഹിച്ചപ്പോൾ, കൂട്ടുകാരിൽ പരം സ്നേഹിച്ച അരിമനാഥനായ യഹോവയായ ദൈവം ഉണ്ടായിരുന്നു, അരിമനാഥനായ യേശു ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മ സാന്നിധ്യം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദാനിയേലിനെ സിംഹങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല, തന്റെ സഹപാഠികൾക്കൊന്നും ചെയ്തു കൊടുക്കുവാൻ സാധിച്ചില്ല. കാരണമുണ്ട്, സഹിഷ്ണുതയോടുകൂടെ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുകയും സഹിഷ്ണുതയോടുകൂടെ തന്നെ രാജാവിന്റെ സ്ഥലത്ത് നിൽക്കുകയും രാജാവിന്റെ സെൽപ്പടിയിൽ നിൽക്കുകയും ചെയ്തത് കൊണ്ട് രാജാവ് തീരുമാനിച്ചു ദാനിയേലിനെ രണ്ടാമനായി തെരഞ്ഞെടുപ്പ് നൽകണമെന്ന് തീരുമാനിച്ചു വെച്ചിരുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് നൽകിയത് രാജാവ് ആദ്യം നൽകിയത് വചനത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ആത്മാവിന്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, നിത്യജീവന്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്ന് പിതാവായ ദൈവം ദാനിയേലിന്റെ മേൽ ഉറപ്പിച്ച ദൈവത്തിന്റെ ലക്ഷ്യമാണ് ദാനിയേലിന്റെ മുമ്പിൽ ഇതാ വെളിപ്പെടുകയും അത് തിരുവചന സത്യമായി മാർമിക രഹസ്യം എഴുതുവാനിടയായി തീർന്നു. ഒന്ന് രേഖ, തോൽവിയുടെ രേഖ; രണ്ട്, തകർച്ചയുടെ രേഖ; മൂന്ന്, അസ്ഥികൾ പോലും പുറത്ത് കാണിക്കാത്ത രേഖ. എഴുതി വെക്കുമ്പോൾ അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രാർത്ഥനയിൽ അത് വിജയമുണ്ട്, പ്രാർത്ഥിക്കുന്ന ജനത്തിന് വിചാളിത്തമാണ് എന്ന് പകൽക്കാലം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുമോ? ഈ പകൽക്കാലം നിങ്ങൾക്ക്
ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുമോ? ഒരു സഭ മാറരുത്, ഒരു സംഘടന മാറരുത്, ഒരു സമൂഹം മാറണ്ട. ദൈവത്തെ വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം എന്ന മന്ദിരത്തെ ദൈവത്തിന്റെ തൃപ്പാദപീഠത്തിൽ, ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഒരു പഴയ പാത്രമായിരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു പഴയ മനുഷ്യനായിരിക്കാം, ആർക്കും വേണ്ടാത്ത മനുഷ്യനായിരിക്കാം, മദ്യം കൊണ്ട് നിറയപ്പെട്ട മനുഷ്യനായിരിക്കാം. അതെ, എനിക്കത് മാറാൻ കഴിയത്തില്ലാന്ന് തീരുമാനിക്കുമ്പോൾ ദൈവത്തിന് പറയുവാൻ കഴിയും, ഇത് മാറ്റുവാൻ ഞാൻ ശക്തനാണ്. പാത്രമായ നമ്മെ ഒന്ന് പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. ആ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഈ തിരുവചനത്തിന്റെ രഹസ്യത്തിലൂടെ, സത്യവചനങ്ങളിലൂടെ തോൽവിയുടെ വിജയമല്ല, തോൽവിയല്ല വിജയം. തോൽവിയെ ചവിട്ടിക്കളയുന്നതാണ് വിജയം, തോൽവിയെ തകർത്ത് കളയുന്നതാണ് വിജയം, അവിടെ ജീവിച്ചു കാണിക്കുന്നതാണ് വിജയം. പരാജയമല്ല വിജയം, പരാജയത്തിന് ജയാളിയായി നിൽക്കുന്നതാണ് വിജയം. ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മുടെ പേര് നിറയട്ടെ എന്ന നിങ്ങൾക്ക് വേണ്ടി ഈ തിരുവചനത്തിലൂടെ പ്രാർത്ഥിച്ച ഈ എപ്പിസോഡിലൂടെ തയ്യാറാക്കാമെന്ന് പൂർണ്ണമാക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. മഹാപരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, ശുങ്കത്തിന്റെ ഗവിയിലേക്ക് കടന്നുപോയി ഒരു ദാനിയേലിന്റെ ജീവിത അനുഭവത്തെ ഞങ്ങൾ കേട്ടുവെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തിരുസാന്നിധ്യമായി, ദൈവത്തിന്റെ മാതൃകയായി, ദൈവത്തിന്റെ മാർമിക രഹസ്യങ്ങൾ ഈ വചനം കേൾക്കപ്പെടുന്ന, ഈ എപ്പിസോഡുകൾ കേൾക്കപ്പെടുന്ന, വിശ്വസിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന ഏത് വ്യക്തി ഉണ്ടെങ്കിലും, ഏത് സമൂഹത്തിന്റെ നടുവിലായാലും കർത്താവേ, ഇന്ന് പകൽക്കാലം വരെ സന്ദർശിക്കണമേ, അവരുടെ തോൽവിയെ മാറ്റണമേ, അവർക്കൊരു വിജയാളിത്വം പരിശുദ്ധ പിതാവ് നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തോൽവിയുടെ രേഖകൾ മാറിപ്പോകട്ടെ, തകർച്ചയുടെ രേഖകൾ മാറിപ്പോകട്ടെ, പകയുടെ രേഖകൾ മാറിപ്പോകട്ടെ. സിംഹങ്ങൾ കടിച്ചു വലിക്കുന്നത് പോലെ, അസ്ഥികൾ പോലും ഒട്ടും ലേശം പോലും ലഭ്യമല്ലാത്ത രീതിയിൽ അനുഭവിക്കുന്ന വേദന ഗ്രഹമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് വ്യക്തികൾക്കൊരു മോചനത്തിന് വേണ്ടി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹാപരിശുദ്ധ പിതാവിന്റെ ദയ അവിടെ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ജീവൻ അവിടെ സമൃദ്ധിയായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മദ്യപാനത്തിൽ നിന്ന് ജനം മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കൊണ്ട് മദ്യപാനം വിട്ടുമാറുവാൻ കഴിയത്തില്ല, എന്നെ കൊണ്ട് മദ്യം കഴിക്കാതെ നിൽക്കുവാൻ കഴിയത്തില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്നു എങ്കിൽ ദൈവവചനം അനുസരിക്കുന്ന സകലരുടെ മേൽ ദൈവത്തിന്റെ കൃപാവരത്തിന്റെ സാന്നിധ്യം യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഉള്ളിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹാപരിശുദ്ധനായ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ആ സിംഹഗതിയിലേക്ക് ഇറങ്ങി വന്ന ആ സിംഹത്തിന്റെ നാവിനെ ബന്ധിച്ചതുപോലെ എതിരെ നാവുകളെ ബന്ധിച്ചിട്ട് കർത്താവേ, സംരക്ഷണം നൽകുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് ലോക ജനത്തിന്റെ നടുവിൽ വെളിപ്പെടുവാൻ തക്കവണ്ണമായി പരിശുദ്ധനായ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇപ്പോൾ തന്നെ ഇവിടെ മേൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ.